യേശു ഇവിടെ വന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ആർക്ക് വേണ്ടിയാ? യേശു ക്രിസ്തു വന്ന് ഭൂമിയിൽ വന്ന് തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങുക. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ദേ അവിടെ നിൽക്കുന്ന സ്വർഗസ്ഥ പിതാവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങണേ. ഇനി ഇവരെ വിലയ്ക്ക് വാങ്ങി ഇവരെ ഒരുക്കണം. ഇതാണ് കാന്ത. യേശുവാണ് കാന്തൻ. കാന്തൻ തൻ്റെ വചനം കൊണ്ട് ഇവളെ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ഒരുക്കി കൊണ്ടുപോയി ദൈവത്തിൻ്റെ കിങ്ഡമാക്കി അപ്പനും കൊണ്ട് കൊടുക്കണം. അതുവരെ യേശുവിന് ഡ്യൂട്ടിയാണ്. 3:15 ഡ്യൂട്ടി തുടങ്ങി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും ഡ്യൂട്ടി തുടങ്ങി. അവിടെ കൊണ്ട് കൊടുക്കണം. വായിച്ച 5:9, വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിച്ചേ കേട്ടോ, ആർക്കായി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സർവ്വഗോത്രത്തിലും വംശത്തിലും ഭാഷയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പക്ഷെ ഇതിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലെന്നേ, അതാ വിഷയം. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു അവിടെ നിന്ന് വട്ടം കറങ്ങി നിൽക്കുക. യേശു ക്രിസ്തു അതല്ല പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കേ, ഞാൻ നിങ്ങളെ ദൈവത്തിനായി എൻ്റെ അപ്പനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിയത് ആർക്ക് വേണ്ടിയാണോ അപ്പന് കൊണ്ട് കൊടുക്കണം.